ഇന്ന് ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഡിഷാ. ഇത് പനീറിൽ ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മുളക് പൊടി കുറച്ചാൽ മതി. ഇത് കുറച്ച് സ്പൈസി ആട്ടോ, പക്ഷെ എന്നാൽ നമ്മൾ ഇച്ചിരി സ്പൈസി അല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതൊരു ഒരു ചുമന്ന നിറവാണ്. മല്ലിപ്പൊടി അധികം ഇടുന്നില്ല, അല്ല മറ്റേ മുളക് പൊടിയും അരച്ച മുളകും എല്ലാം കൂടെ ചേർത്താൽ. പക്ഷെ അത്രയും സ്പൈസി ആക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് മധുരമൊക്കെ ഇട്ടൊന്ന് ബാലൻസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എപ്പോഴും നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു ചിക്കൻ പെരട്ട് ഇതിനെക്കാട്ടിലും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉള്ള ഒരു ചിക്കനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ബേസ് കളർ എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ അത് ഫുഡ് കളേഴ്സ് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണൽ ആണ്. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ എന്നാന്ന് വെച്ചാൽ ഒരു ചില്ലി ഗാർലിക് ചിക്കനാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ചില്ലിയാണ്, ഗാർലിക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ കുറച്ച് ചില്ലി ആണെങ്കിൽ നമുക്ക് സ്പൈസസ് കയറിയേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം നമ്മുടെ എരിവ് അനുസരിച്ച്. പക്ഷേ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇത്രയും വലിയ ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധനം വെച്ചാൽ അതേ ആനി ചെയ്തോളൂ. അല്ലാതെ വേറെ ഒരു പരിപാടിയും പുതിയത് വാങ്ങിച്ച് അങ്ങനെ ചെയ്തതൊക്കെ ചെയ്യണം. ചില കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഈ കാര്യത്തിലാണെങ്കിൽ ഞാനൊരു ഇച്ചിരി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് മാത്രം ഒരു നല്ല ടേസ്റ്റുള്ള ഒരു നല്ല ഭക്ഷണം ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും നല്ലതല്ലേ അല്ലേ? അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് വിനീഗർ വേണം. പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക അരച്ചെടുക്കുകയോ ചെയ്യാം. അതേപോലെ തന്നെയാണ് വെളുത്തുള്ളി, അതേപോലെ തന്നെയാണ് നമുക്ക് പച്ചമുളകും ഉള്ളത്. ഇതിപ്പം ഇവിടെ 3 എണ്ണവും ഞാനൊന്ന് അരിഞ്ഞു വെച്ചേക്കുക. മറ്റത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജി പേസ്റ്റ്. അത് അതിൻ്റെ ഒരു റേഷ്യോ ഞാൻ എത്രയാണെന്നുള്ളത് പറഞ്ഞു തരാം. അത് നമ്മൾ കരുതി വെക്കുവാണെങ്കിൽ അങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോഴും മീൻ പുരട്ടുമ്പോഴും ഒക്കെ കറി വെക്കുമ്പോഴും ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിതിനകത്ത് എല്ലാം കാശ്മീരിയാണ് എടുത്തേക്കുന്നത്. കാര്യം ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും സ്പൈസ് വേണ്ടാത്തത് കൊണ്ട് മാത്രം ഞാൻ കാശ്മീരി എടുത്തതാണ്. അതല്ല നിങ്ങൾക്കൊക്കെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാന്നേൽ ഞാൻ പറഞ്ഞ പോലെ 50-50 ബേസിസ് എടുത്താലും മതി. നമ്മൾ ആദ്യം എടുത്ത വെളുത്തുള്ളി പോരാഞ്ഞ് കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇതെന്താന്ന് വെച്ചാൽ വറ്റൽമുളകില്ലേ, ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തേച്ച് അരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതും ഞാൻ കാശ്മീരി മുളകാണ് ചെയ്തേക്കുന്നത്. ഇതും എനിക്കൊരു ഇച്ചിരി മതി, ഒരുപാട് സ്പൈസി ആവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഒരു ഇച്ചിരി എടുക്കത്തുള്ളൂ. പിന്നെ ഉള്ളത് കുറച്ച് പുളിയില്ലാത്ത തൈര്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഗരം മസാല വാങ്ങിക്കുന്ന പൊടിയെക്കാട്ടിലും കൂട്ട് വാങ്ങിച്ച് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല മണവാണ്. പിന്നെ ഉള്ളത് കുറച്ച് പഞ്ചസാര. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഒത്തിരി സ്പൈസിയാണ്. അതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് പോലും, അതായത് കാശ്മീരി മുളക് ചേർക്കെങ്കിൽ പോലും അതിനായാലും കുറച്ച് സ്പൈസിനെസ് കൂടിയാലോ എന്ന് പേടിച്ചേച്ചാൽ ഞാൻ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ മുളക് പൊടി ചേർക്കുമ്പം ഉണ്ടാവുന്ന ഒരു എരിവ് ആലോചിച്ചോണം. പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടർ. ഇതെന്നാന്ന് വെച്ചാൽ ഒരു 2 ചെറിയ നാരങ്ങയുടെ നീരാണേ. ഇനി വേണ്ടിയത് ഞാൻ കുറച്ച് ബ്രസ്റ്റ് പീസ് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചേക്കുക. ഒത്തിരി മുഴുത്ത കഷ്ണം എടുക്കണം ഇല്ല, ഒരു മീഡിയം സൈസ് കറിക്കട്ടിൻ്റെ കഷ്ണം എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കറിക്കട്ടാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിളമ്പുമ്പോഴും അത് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് വരും പുളിയൊക്കെ പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെയൊക്കെ ഇഷ്ടത്തിന് ചെയ്യാം, അതിനൊന്നും ഒരു വിഷയമല്ല. ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നോ, ആദ്യം ഞാൻ പറഞ്ഞ വിനാഗിരി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരച്ചെടുക്കാനുള്ള ഒരു അളവ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ അതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ടു.
അടുത്ത നമുക്ക് ഈ 3 എണ്ണം അഥവാ നമ്മൾ പ്രത്യേകം വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ കോഴിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ആക്കുകയാണെന്നെങ്കിൽ 1.5 ടീസ്പൂണാണ് കണക്ക്. അപ്പം ഞാൻ എല്ലാം 1/2 ടീസ്പൂൺ വീതം ഇപ്പം ഇടുക. വെളുത്തുള്ളി, ബാക്കി വെളുത്തുള്ളി ഇൻക്ലൂഡ് ചെയ്യാം. ചില്ലി ഗാർലിക് ആയതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഒരു ഇച്ചിരി കൂടുതൽ വേണം. അതേപോലെ പച്ചമുളകിൻ്റെ എരിവും നമ്മൾ ശ്രദ്ധിച്ചോണം. 1/2 ടീസ്പൂണാണ് ഇട്ടേ. ഇതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ വിനാഗിരി, പിന്നെ നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്, അതൊന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം. ഇനിയുള്ളതാ നമ്മുടെ കാശ്മീരി മുളക് പൊടി, അത് 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ, പിന്നെ നോക്കിയിട്ട് ഒരു ഹീപ്പ് ടീസ്പൂൺ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ നേരത്തെ ഫുഡ് കളർ അങ്ങനെ എന്തെങ്കിലും ചേർക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചേർക്കാം. ചില പച്ചമുളകിനൊക്കെ ആണെങ്കിൽ ഭയങ്കര എരിവാ, അന്നേരം അത് നോക്കിയേച്ച് വേണം. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി എന്ന് പറയുമ്പം ഒരുപാട് ചിക്കൻ കറി പോലെയുള്ള ഗ്രേവി അല്ല, പക്ഷേ കുറച്ചൊരു ഡ്രൈ ആണ്. പക്ഷെ നമുക്കത് ഒത്തിരി ഗ്രേവി പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ നമുക്ക് ഏതാ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. അപ്പം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി റിഫൈൻഡ് ഓയിൽ, എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതിനകത്തോട്ടിടാം. വെളുത്തുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചില്ലി ഗാർലിക് ആയതുകൊണ്ട് ഗാർലിക് കുറച്ച് കൂടുതൽ ഇതിനകത്തേക്ക് വേണം. പിന്നെ വെളുത്തുള്ളിയുടെ ചുവ കൂടിപ്പോയി എന്ന് പറയരുത്, കാര്യം ഇത് ബേസിക്കലി ഇതിൻ്റെ ടൈറ്റിൽ ചില്ലി ഗാർലിക് ആണ്. പക്ഷെ വെളുത്തുള്ളിയുടെ സ്വാദ് വേണം താനും, എന്നാൽ കൂടുകയും ചെയ്യരുത്, അളവ് കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ അതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂപ്പിച്ചാൽ മതിയേ. ഞാൻ ഒരു ഇച്ചിരി കൂടിപ്പോയ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. ഇതിനെ ഒരു ഇച്ചിരി മൂപ്പിച്ചാൽ മതിയേ. ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുളക് അരച്ചു വെച്ചിരിക്കുന്ന ഒരു 8 മുളകാണ് എൻ്റെ കണക്ക്, കാശ്മീരി മുളക്. അത് അത്രയും വേണ്ടെങ്കിൽ നമ്മൾ അതിലും കുറയ്ക്കാം, കുറച്ചുകൂടെ എരിവ് കുറച്ചേച്ച് അരച്ചാൽ മതി. മറ്റേ ഒറിജിനൽ എരിവുള്ള മുളകാണെങ്കിൽ സൂക്ഷിച്ചോണേ. ഇതേണ്ട ഒരുപാട് മൂത്തില്ല, ഒരു ചെറിയ ബ്രൗണേ ആയിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഇച്ചിരി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ചേർക്കാൻ പോവാണേ. ഞാൻ ഇതിന് 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, പിന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. സ്പൈസിനോട് ഒരു ഇച്ചിരി ഇപ്പോൾ ഒരു ഇഷ്ടത്തിൻ്റെ അല്ല, മസാലാസ് ഒന്നും ഒത്തിരി. ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരൻ പറഞ്ഞതാ ഒരുപാട് സ്പൈസ് നമ്മുടെ ബേസ് ഒരു അറിവായിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ഒരുപാട് സ്പൈസ് എപ്പോഴും ഒരു ഹ്യൂമൻ ബോഡിക്ക് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളും കുറച്ചൊക്കെ ഒന്ന് അനുസരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്നല്ല, നല്ല രീതിയിൽ അനുസരിച്ചാൽ നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കും. അത് കഴിഞ്ഞ് ഒരു 3 സ്പൂണ് 4 സ്പൂണ് പുളിയില്ലാത്ത തൈര്. വേണ്ടേ? തൈര് അതിനോടൊത്തങ്ങ് ചേർന്നു. എന്നിട്ട് നമ്മൾ ഒഴിച്ച എണ്ണ തെളിഞ്ഞു, വെളുത്തുള്ളി ഇച്ചിരി കൂടെ മൂക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഒരു ഇച്ചിരി ഗരം മസാല, അതായത് നമ്മുടെ 3 വിരൽ കൂട്ടിപ്പിടിച്ച ഉണ്ടാവുന്ന എത്ര വരുന്നത്, അത് പിഞ്ചാന്ന് പറയാൻ ഒക്കത്തില്ല, ഇച്ചിരി കൂടി കൂടുതലായിരിക്കും. അത് തൽക്കാലം ഞാനിപ്പോൾ ഒന്ന് ചേർത്തേച്ച് ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഇടുക.
കുറച്ച് നേരം നമുക്ക് ഈ ചിക്കൻ ഒന്ന് അടച്ചിടാം. ഇതെന്നാന്ന് വെച്ചാൽ ഒരു വേവ് ഉണ്ടല്ലോ, ആ ഉപ്പ് എരിവ് പുളി എല്ലാം ഒന്ന് പിടിക്കണം. പുളിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ വിനാഗിരി ചേർത്തിട്ടുണ്ട്, ലാസ്റ്റ് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കണം. പക്ഷേ ഇതെല്ലാം ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ നമ്മൾ വേവാൻ വെച്ച ചിക്കനകത്തോട്ട് ഒരു ഇച്ചിരി എല്ലാം ചേർത്തതൊക്കെ പിടിക്കണം. പിടിച്ചതിന് ശേഷം നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ വേവാൻ വെച്ച ചിക്കൻ ഒരു ഹാഫ് ആയി കാണുമെന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്താലില്ലേ ആ ബാക്കി ഫ്ലേവറും കൂടെ നമ്മുടെ ചിക്കനകത്ത് അങ്ങ് പിടിക്കുമല്ലോ. അപ്പം ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി പഞ്ചസാര. അതും ഈ സ്പൂൺ കണക്കൊന്നുമല്ല, ഒരു നമ്മുടെ കൈപ്പിടിയിൽ ഇങ്ങനെ എടുക്കല്ലേ, കൈപ്പിടിയല്ല, ഈ 4 വിരൽ കൂട്ടിപ്പിടിക്കുന്ന 5 വിരൽ കൂട്ടിപ്പിടിക്കുന്ന അത്രയും മതി. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുളി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒരു സ്പൂൺ നാരങ്ങ നീര്. പിന്നെ വേണ്ടിയത്, നേരത്തെ നമ്മൾ ഒരു ഇച്ചിരി ഗരം മസാല ചേർത്തായിരുന്നു, പക്ഷെ എന്നാലും ഇതിപ്പോൾ ഞാൻ 3 വിരൽ കൂട്ടി പിടിച്ചിട്ടേ ഉള്ളൂ, അതിനുള്ള ഗരം മസാല. ഇതിനകത്തോട്ട് വേണമെങ്കിൽ അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇച്ചിരി എരിവ് കൂടിപ്പോയെന്ന് വിചാരിച്ചോ, ഒരു കാര്യം ചെയ്യാം, കുറച്ച് അണ്ടിപ്പരിപ്പ് ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു എരിവും കുറയും, അതിൻ്റെ ഒരു തിക്നെസ്സില്ലേ, ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ് വേണം നമുക്ക് തോന്നുകയല്ലേ, അതും കൂടെ നമുക്ക് ഉണ്ടാവും. മറ്റാകുമ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആണ്. നമ്മുടെ ഇഷ്ടം, ഡ്രൈ വേണോ ഗ്രേവി ആയിട്ട് വേണോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 3-4 ക്യൂബ് ബട്ടറും കൂടെ ഇടാൻ പോവാണേ. എൻ്റെ അറിവിൽ നമ്മൾ എല്ലാവരും ഒരു ഡ്രൈ സ്നാക്കായിട്ട് എടുക്കുവാണെങ്കിൽ ഇതിനെ നല്ല മുരിച്ചെടുത്താൽ മതി. അതല്ല, ഇപ്പം നമുക്ക് ഗസ്റ്റ് വരുന്നത് എത്രയായാലും ഒരു ഡ്രൈ സ്നാക്ക് നമുക്ക് ഒരിക്കലും കൊടുക്കാനൊക്കത്തില്ല. അപ്പം എന്നാ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ഇച്ചിരി അണ്ടിപ്പരിപ്പ് കൂടെ അരച്ച് ഇതിനകത്തോട്ട് ചേർക്കുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ഇതിനകത്ത് എന്തായാലും വരും. അപ്പം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഡ്രൈ ആയാലും ക്രീമി ആയാലും. ഗ്രേവിയോടുകൂടി എടുക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുക.